2018 ഡിസംബർ 22 മുതൽ 2019 ജനുവരി 19 വരെയുള്ള 35 ദിവസങ്ങൾ അമേരിക്കൻ ജനത അത്ര വേഗമൊന്നും മറക്കാനിടയില്ല. GDP 0.02% ഇടിഞ്ഞു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗവൺമെൻറ് ഷട്ട്ഡൗൺ ആയിരുന്നു അത്. അന്നും ട്രംപ് തന്നെയായിരുന്നു പ്രസിഡന്റും. ഇപ്പോൾ അമേരിക്ക മറ്റൊരു ഷട്ട്ഡൗണിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോങ്ങസ്റ്റ് ഷട്ട്ഡൗൺ തന്നെയായിരിക്കും എല്ലാവരുടെയും മനസ്സിലെത്തുക. ഓർക്കണം, അമേരിക്ക പോലെ നീണ്ട ജനാധിപത്യ ചരിത്രമുള്ള ലോക സാമ്പത്തിക ശക്തിയായ ഒരു രാജ്യമാണ് നിശ്ചിത കാലത്തേക്കെങ്കിലും തങ്ങളുടെ ഖജനാവ് അടച്ചിടുന്നത്. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഈ നടപടിക്രമമില്ല. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിക്കുന്ന ധനബില്ല് പാസ്സാക്കുന്നതിൽ US കോൺഗ്രസിലെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ ധാരണയിലെത്താതാകുമ്പോഴാണ് US-ൽ ഷട്ട്ഡൗൺ സംഭവിക്കുന്നത്. ബജറ്റ് പാസ്സാകുന്നതുവരെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണ് ഈ കാലയളവിൽ ചെയ്യുക. അവശ്യ സേവനങ്ങൾ മാത്രമായിരിക്കും ഈ സമയത്ത് ജനങ്ങൾക്ക് ലഭ്യമാവുക. സർക്കാർ വിഭാഗങ്ങളിലും സർക്കാർ ഫണ്ടിങ്ങോടെ പ്രവർത്തിക്കുന്ന മറ്റ് മേഖലകളിലെയും തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാതിരിക്കുക, ശമ്പളം വെട്ടിച്ചുരുക്കുക, ലേ ഓഫ് എന്നിങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ സമയത്തുണ്ടാകും. അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ളവ നിർത്തലാക്കും. മിലിറ്ററി പോലെ തുടരുന്ന സേവനങ്ങൾക്ക് ശമ്പളം ലഭിക്കാൻ വൈകുകയും ചെയ്യും. നിലവിലുള്ള രീതിയിൽ അമേരിക്കയിൽ ബജറ്റ് പ്രോസസ്സ് ആരംഭിക്കുന്നത് 1976-ലാണ്. അന്ന് മുതൽ ഇന്ന് വരെ 20 തവണ ഫണ്ടിംഗ് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. 10 തവണയാണ് ഇത് പ്രോപ്പർ ഷട്ട്ഡൗണിലേക്ക് നയിച്ചിട്ടുള്ളത്. ബിൽ പാസ്സാക്കാനുള്ള അവസാന തീയതി കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് ഫണ്ടിംഗ് ഗ്യാപ്പ് ഉണ്ടാകുന്നത്. ഇതോടെ സർക്കാരിന് പണം ചെലവഴിക്കാനുള്ള അധികാരം നഷ്ടപ്പെടും. ഇത് പലപ്പോഴും മണിക്കൂറുകൾക്കുള്ളിലോ ഒറ്റ ദിവസം കൊണ്ടോ പരിഹരിക്കപ്പെടാറുണ്ട്. ധനബില്ലുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നിലനിൽക്കുകയും അതോടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് ഷട്ട്ഡൗണുകൾ സംഭവിക്കുന്നത്. 1980 വരെ ബജറ്റ് പാസ്സായില്ലെങ്കിലും സർക്കാർ പ്രവർത്തനങ്ങൾ തുടരുമായിരുന്നു. എന്നാൽ 80-ൽ കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ സർക്കാർ ഏജൻസികൾ പണം ചെലവഴിക്കരുത് എന്ന നിയമം വരികയായിരുന്നു. മിലിറ്ററി, പോലീസ്, എയർ ട്രാഫിക് കൺട്രോളർ എന്നിവയ്ക്ക് മാത്രമാണ് ഇത് ബാധകമല്ലാത്തത്. എങ്കിലും ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം ലഭിക്കില്ല. ഷട്ട്ഡൗൺ പിൻവലിച്ചാൽ ശമ്പളം ലഭിക്കും. അതെപ്പോൾ പിൻവലിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജിമ്മി കാർട്ടർ പ്രസിഡന്റായിരുന്ന കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ അമേരിക്ക ഷട്ട്ഡൗണിൽ കഴിഞ്ഞത്. 1977 മുതൽ 81 വരെയുള്ള കാലത്ത് വിവിധ സമയങ്ങളിലായി 56 ദിവസത്തോളം ഗവൺമെൻറ് ഷട്ട്ഡൗൺ ഉണ്ടായി. റൊണാൾഡ് റീഗന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ തവണ ഫണ്ടിംഗ് ഗ്യാപ്പുകളും ഷട്ട്ഡൗണുകളും ഉണ്ടായത്. എന്നാൽ ഇവയിൽ പലതും ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് അവസാനിച്ചിരുന്നു. ബിൽ ക്ലിന്റൺ പ്രസിഡന്റായിരുന്ന 96-ൽ 21 ദിവസം നീണ്ടുനിന്ന ഷട്ട്ഡൗൺ ഉണ്ടായി. അതിനുശേഷം 2013 വരെ 16 വർഷം അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൗണിലേക്ക് നീങ്ങിയ സന്ദർഭങ്ങളേ ഉണ്ടായിട്ടില്ല. എന്നാൽ 2013-ൽ ബറാക് ഒബാമയുടെ സമയത്തും പിന്നീട് ഡൊണാൾഡ് ട്രംപ് വന്നപ്പോഴും ഷട്ട്ഡൗണുകൾ സംഭവിച്ചു. ജോ ബൈഡന്റെ കാലം ഷട്ട്ഡൗണുകൾ ഇല്ലാതെയാണ് കടന്നുപോയത്. ട്രംപിന്റെ ആദ്യ ടേമിൽ ഒരു മാസത്തിലേറെ നീണ്ട ഷട്ട്ഡൗൺ ഉണ്ടായി. ഇതാണ് നിലവിൽ അമേരിക്ക കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൗൺ. അതിന് കാരണമായത് ഒരു മതിലാണ്. US മെക്സിക്കോ ബോർഡറിൽ ട്രംപ് കെട്ടിപ്പൊക്കാൻ തുനിഞ്ഞ കൂറ്റൻ മതിൽ. ഈ മതിലിനായി $5 ബില്യൺ അനുവദിക്കണമെന്നായിരുന്നു ട്രംപിൻ്റെയും റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സിൻ്റെയും ആവശ്യം. ഇതിനെ ഡെമോക്രാറ്റുകൾ എതിർത്തു. ഒടുവിൽ ഈ തുക ഉൾപ്പെടുത്താത്ത ബജറ്റിൽ ഒപ്പുവെക്കാൻ ട്രംപ് വിസമ്മതിച്ചു. തുടർന്ന് ഷട്ട്ഡൗണിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എപ്പോഴും ഇത്തരം ഷട്ട്ഡൗണുകൾ അവസാനിക്കാറുള്ളത് കണ്ടിന്യൂയിങ് റെസല്യൂഷൻ പാസ്സാക്കാൻ കോൺഗ്രസും പ്രസിഡന്റും തയ്യാറാകുമ്പോഴാണ്. അതായത് ബജറ്റിൻ്റെ പൂർണ്ണ രൂപവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയും എന്നാൽ ഇപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഫണ്ടിംഗ് അനുവദിക്കുകയും ചെയ്യുന്ന റെസല്യൂഷൻ. ട്രംപിൻ്റെ വൻമതിൽ തർക്കമുണ്ടാക്കിയ ഷട്ട്ഡൗണിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. മതിൽ പണിയാനുള്ള തുക നൽകാനാകില്ലെന്ന തീരുമാനത്തിൽ ഡെമോക്രാറ്റുകൾ ഉറച്ചുനിന്നു. ഇതോടെ ട്രംപ് അയഞ്ഞു. 5 ആഴ്ചയോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ 3 ആഴ്ചത്തേക്കുള്ള സ്റ്റോപ്പ് ഗ്യാപ്പ് ബില്ലിൽ ട്രംപിന് ഒപ്പുവെക്കേണ്ടി വന്നു. എങ്കിലും $1.3 ബില്യൺ മതിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ നിന്നും വകയിരുത്തിയെടുക്കാൻ ട്രംപിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഷട്ട്ഡൗണും ഇത്തരം രീതിയിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ ആരോഗ്യമേഖലയിൽ നൽകി വരുന്ന ധനസഹായം സംബന്ധിച്ചാണ് ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് പാർട്ടികൾക്കിടയിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. ഇതിൽ ഒബാമ കെയറിന് നൽകുന്ന സബ്സിഡിയാണ് ട്രംപ് അടക്കമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെ ചൊടിപ്പിക്കുന്നത്. ഇത് ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് ഇവരുടെ നിലപാട്. എന്നാൽ സബ്സിഡി നിലനിർത്തണമെന്നാണ് ഡെമോക്രാറ്റ്സിൻ്റെ വാദം.
അല്ലെങ്കിൽ സഹകരിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് അവർ. ഷട്ട് ഡൗണിനെ ഒരിക്കലും അത്ര നിസ്സാരമായി കാണാനേയാകില്ല. സാമ്പത്തിക ക്രയവിക്രയമാണ് ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും അടിസ്ഥാനം. അവ തടസ്സമില്ലാതെ നടക്കുക എന്നതാണ് സമ്പദ് വ്യവസ്ഥ ചലിക്കാനുള്ള മാർഗം. അതാണ് US ഇപ്പോൾ താൽക്കാലികമായെങ്കിലും അടഞ്ഞിരിക്കുന്നത്. ഷട്ട് ഡൗൺ നിലവിലുള്ള ഓരോ ആഴ്ചയും അമേരിക്കയുടെ GDPയിൽ $15 ബില്യൺ നഷ്ടമാണ് പ്രവചിക്കപ്പെടുന്നത്. ഒരു മാസം ഈ ഷട്ട് ഡൗൺ നീണ്ടാൽ 43,000 പേർക്ക് ജോലി നഷ്ടപ്പെട്ടേക്കുമെന്നാണ് കണക്കുകൾ. അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളെ വരെ ഈ ഷട്ട് ഡൗൺ സ്വാധീനിക്കാം. വ്യാപാരത്തെ അവ പ്രതികൂലമായി ബാധിക്കാം. ചെറുകിട കച്ചവടക്കാരുടെ നടുപൊട്ടിക്കാം. ചുരുക്കി പറഞ്ഞാൽ 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം സമ്പദ് വ്യവസ്ഥയുടെ മേൽ കരിനിഴൽ വീഴ്ത്തിയേക്കാം. ഒബാമ കെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നീടൊരു സമയത്തേക്ക് മാറ്റിവെക്കുകയും താൽക്കാലികമായി ഫണ്ട് അനുവദിക്കുന്നതിനുള്ള കണ്ടിന്യൂയിങ് റെസൊല്യൂഷൻ പാസ്സാക്കുകയോ ചെയ്യാനാണ് ഇനി സാധ്യത. എന്നാൽ ഒബാമ കെയർ ഡെമോക്രാറ്റുകളുടെ അഭിമാന പദ്ധതി ആയതിനാൽ അവർ ഈ തീരുമാനത്തോട് അത്ര വേഗം യെസ് പറയണമെന്നില്ല. ട്രംപിന്റെ എടുത്തുചാട്ട തീരുമാനങ്ങളും ചർച്ചകളെ ഒരുപക്ഷേ വഴിതിരിച്ചു വിട്ടേക്കാം.